ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് പോകുന്ന സ്ഥലം എൻ്റെ നാട്ടിൽ തന്നെ പേരിയ ചന്ദനത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഫോറസ്റ്റ് സ്റ്റേഷനാണ്, കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്. അപ്പം അവരോട് ചോദിച്ചിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോവാം. അത് മാത്രമല്ല, എൻ്റെ നാട്ടിൽ കുറേ ദിവസമായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സാധനമാണ് അട്ടപ്പുഴു, തോട്ടപ്പുഴു എന്നൊക്കെ പറയും. പല നാട്ടിലും പല പേരുകളായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. കാരണം നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കാലിൽ കൂടെ ഒക്കെ നിറച്ച് കയറും. അപ്പം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അട്ടപ്പുഴു കടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക. വന്ന വഴി ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ട് കാടിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. വന്ന വഴിക്ക് ആ ഡിസ്കിൻ്റെ ഇടയിൽ ചെറിയൊരു കമ്പ് കഷ്ണം കയറി തറച്ചിരുന്നു. വണ്ടി തിരിക്കാൻ നോക്കിയപ്പോഴാണ് അത് കണ്ടത്. അതായതായാലും നന്നായി. നമുക്കെന്തായാലും വന്ന വഴിക്കൊന്ന് തിരിച്ചിറങ്ങാം, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഞാനിവിടെ വണ്ടി നിർത്തി, വണ്ടി ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് നടന്നു പോകാം. ഞാനിവിടെ ഒരു സ്ഥലം കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ലൊരു അടിപൊളി ഏരിയ ആണ്. വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട്, വണ്ടികൾ വരുന്നു ഒരുപാടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കണ്ട അനുവാദമില്ലാതെ വനത്തിൽ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണെന്നും വേണ്ട നല്ല വൃത്തിക്ക് വെടിപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി നൈസായിട്ടൊന്ന് കയറി വെക്കാം. കമ്പി വേലിയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു നൊസ്റ്റാൾജിയ ഫീൽ കിട്ടും ഇവിടെ. മരങ്ങൾക്കിടയിലൂടെ അങ്ങനെ നടന്ന് നീങ്ങും. അപ്പം ഇത് കാടിൻ്റെ ഉള്ളിലോട്ട് എന്താ പറയുക, പണ്ട് എന്തോ ഈ കുതിരേനെ കിട്ടുന്ന സ്ഥലവും അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്നാണ് അറിവ്. എനിക്ക് വലിയ പിടിയില്ല, അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി വരുമ്പം നേരെ അപ്പുറത്തൊരു പുഴയുണ്ട്. പുഴയല്ല, ഒരു തോട് മുറിച്ച് അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട്, കാടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകാൻ പറ്റും. പക്ഷേ നമുക്ക് ഫോറസ്റ്റുകാരുടെ അടുത്തൊന്നും സംഭവമൊന്നും മേടിക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. മഴ പെയ്തുകൊണ്ട് നല്ല നനഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ ദിവസം അന്ന് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് കാണിച്ചു തരാം, ഇതിലൂടെ ഇറങ്ങാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നടന്നത് കേട്ടോ. അത് നേരെ അപ്പുറത്തേക്ക് വഴിയാണ്, ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോകാനൊക്കെ പറ്റും. തെന്നി അടിച്ച് വീഴുക ചെയ്യുന്നത്. വണ്ടി ഇറക്കുമായിരുന്നെങ്കിൽ സുഖമായിട്ട് അപ്പുറത്ത് പോകുമായിരുന്നു. നൈസായിട്ട് ഇതിൽ കൂടി കയറി ഇങ്ങനെ പോകുമായിരുന്നു. അടിപൊളി. വെള്ളം കുറവാട്ടോ, നന്നായിട്ട് വെള്ളം കുറവാണ്. ഇതാണ് ആ സ്ഥലം. നിൽക്കാൻ പറ്റില്ല, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വേണ്ട. ഇവന്മാർ ഇങ്ങനെ കീറി ചുവര ഇല്ല, നിൽക്കാൻ പറ്റില്ല. തിരിച്ചു പോകും, നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. സ്ഥലം നിങ്ങൾ കണ്ടു, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, നല്ല പ്രത്യേക ഒരു മൂടാണ് സ്ഥലത്ത്. വണ്ടി ഇറക്കുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി ചെല്ലായിരുന്നു, പക്ഷേ വണ്ടി ഇറക്കില്ല, അതുകൂടി ആവില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് വണ്ടി എടുത്തിട്ടൊന്ന് പോയി നോക്കാമെന്ന് എനിക്ക് തോന്നി. ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കൊന്ന് ചെന്ന് നോക്കാം കേട്ടോ. അതിക്രമിച്ച് കയറുന്ന വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചെന്ന് നോക്കാം. അടുത്ത വണ്ടി വരുന്നതിന് നൈസായിട്ട് ഉള്ളിൽ കയറാം. വണ്ടിയുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അമ്മേ, ഇറങ്ങിയിട്ട് നോക്കാം. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് കേട്ടോ. നേരെ ഇറങ്ങിയത് എവിടെ എത്തുന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് മഴ പെയ്തുകൊണ്ട് തെന്നി കിടക്കുവാണ്, ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ വിചാരിക്കുന്ന പോലെ ഇറങ്ങി പോകാൻ പറ്റില്ല, നല്ല തെന്നലുണ്ട്.
അയ്യോ വേണേ നമുക്ക് വെള്ളത്തിൻ്റെ അപ്പുറത്ത് കടത്താം. എന്തായാലും മുങ്ങിപ്പോത്തൊന്നുമില്ല, നൈസായിട്ട് പോവാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇറങ്ങി വന്ന വഴി കണ്ടല്ലോ, ഇതാണ്. ഇതൊരു കാടിനുള്ളിൽ ഒരു സ്ഥലമാണ്. അങ്ങോട്ട് കാണാൻ വെള്ളം കുറവാട്ടോ, വെള്ളം. പക്ഷെ അവിടെ കുഴിയുണ്ട്. ആനയും കടുവയൊക്കെ വരുമോ ദൈവത്തിലറിയാം. എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. എന്നുവെച്ചാൽ ഇത് തെന്നുന്നുണ്ട്, കല്ല് തെന്നുന്നുണ്ട്. ഭയങ്കര ഇടങ്ങ വണ്ടി ഇറക്കല് നന്നായിട്ട് തെന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും കയറി നോക്കാം. ടയറിൽ വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോക്ക് നടക്കില്ല. വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതിനകത്ത് കൂടി, നമ്മളറിയുന്നില്ല. നമുക്ക് ഈ വഴി എവിടെ എത്തുമെന്ന് ചെന്ന് നോക്കാൻ നമുക്ക് എന്തായാലും. ഫോറസ്റ്റുകാരാണ്ട് എന്തായാലും പിടിച്ച് കൊണ്ടുപോകും, അത് വേറൊരു പ്രശ്നമാണ്. ഈ വഴി എവിടെ ചെന്ന് നോക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല കാട്, ഒരു രക്ഷയില്ലാത്ത കാട്. ഇവിടെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ മഴ ഇതൊക്കെ പെയ്യും, വിറകെടുക്കുന്ന സമയമാകുമ്പോൾ ഈ ഉണക്ക വിറകുണ്ടാവും. മരങ്ങളൊക്കെ വീട് പൊട്ടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പം നമുക്കിവിടെ വന്നിട്ട് വിറകെടുക്കാൻ പറ്റും. ഉണക്ക വിറക് ശേഖരിച്ചുകൊണ്ട് പോകും. അന്നേരം ഇവിടെ വണ്ടി കടത്തി വിടും. അല്ലാണ്ട് ഇവിടെ വണ്ടികൾ കടത്തി വിടത്തേയില്ല. അതാണ് ഈ ഫോറസ്റ്റിൻ്റെ ഒരു ഇത് പ്രത്യേകത. വണ്ടി പോകുന്നിടത്തോളം നമുക്ക് പോയിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വരാം. കാരണം മഴ ഒരാഴ്ചയായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് കൂടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ. എന്താ ഈ ഉള്ളിലോട്ട് ഇറങ്ങാൻ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ, നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. കെട്ടുകളും പാറക്കെട്ടുകളും അങ്ങനെയൊക്കെ നിറഞ്ഞ സ്ഥലമാണ്. ബേക്കത്തെ ടയർ മുട്ട ആവാറായതുകൊണ്ട് നല്ല തെന്നലാണ്. അത് അതിലും വലിയ തോന്നുന്നത്. ഫ്രണ്ട് ടയർ ഞാൻ മാറ്റിയായിരുന്നു ബൈക്കിന്, ഈ അടുത്ത ദിവസം ഞാൻ മാറ്റിയായിരുന്നു. അതും തീർന്നു പോയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടായിരുന്നു, യാത്രകൾ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഇറങ്ങാൻ പറ്റിയില്ല. സാമ്പത്തികമായ വൻ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് ഇറങ്ങാനേ പറ്റിയിട്ടില്ല. നന്നായിട്ട് തിന്നുന്നില്ല കേട്ടോ ബൈക്കിലെ ടയർ. മഴ പെയ്ത് അലമ്പായി കിടക്കുന്നതുകൊണ്ട് ടയർ പഞ്ചറാവാണ്ടിരുന്ന ഭാഗ്യം. ഈ പെട്ട് പോകും. ടയർ പഞ്ചറായാലും നമുക്കൊന്നും ചെയ്യലുണ്ട. വലിയൊരു കുന്നാട്ടോ, ഒരു രക്ഷയില്ലാത്ത കുന്നാണ്. ഇറങ്ങി വരല ആണിന് പണി ചെയ്തത്. വീഡിയോ പിടിച്ച് ഇറങ്ങി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് വീഡിയോ റൈഡ് ആംഗിൾ അല്ല വന്നിട്ടുള്ളത്. എല്ലാവരും കൊണ്ട് ക്ഷമിക്കണം. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. വീഡിയോ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ കാടിനുള്ളിൽ നിന്ന് കുറച്ച് ദൂരം ഇറങ്ങി, കുറേ ദൂരം അങ്ങോട്ട് പോയാൽ ഒരു 4 വീലർ വണ്ടി ഇത് കാണുന്നെങ്കിൽ ഇല്ലാത്ത വർഷം കയറി പോകൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എന്തായാലും ആയിരിക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും. വന്നപ്പോഴത്തേക്കും കാറിലൊക്കെ നിറച്ച് തോട്ട രക്ഷയിലാണ്. ഇതൊക്കെയാണ് കാടിൻ്റെ ഉള്ളിലോട്ട് കാട്ടിലെത്തിച്ചിരിക്കും. ഒരു രക്ഷയില്ല, ചട്ടയാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിൽ തട്ടയിരിക്കുന്നത്, അത് ചൂടായി പോയിട്ടിരിക്കുന്നത്.